വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പ്രമുഖ ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിലായിരുന്നു. ഇന്ത്യൻ ചരിത്ര കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു. മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ചരിത്രകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ബിജു മുത്തത്തി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ബിജു, ഒരുപക്ഷെ MGS നാരായണൻ പല കാലഘട്ടങ്ങളിലും പല വിവാദങ്ങളിൽപ്പെട്ട ചരിത്ര വീക്ഷണത്തിൽ വ്യത്യസ്തമായ ചില നിലപാടുകൾ അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. വിവാദങ്ങളിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം നിര്യാതനാകുമ്പോൾ ഓർത്തെടുക്കാനുള്ളത് എന്തൊക്കെയാണ്? കേരള ചരിത്രത്തെ സംബന്ധിച്ച്, കേരള ചരിത്ര പഠനത്തെ സംബന്ധിച്ച് ഒരു വലിയ പേരാണ് ഡോക്ടർ MGS നാരായണൻ്റേത്. കേരള ചരിത്ര പഠനത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയുടെ ചരിത്ര പഠന രംഗത്തും വിലമതിക്കാനാവുന്ന സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പൊന്നാനിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനും ഒരു വ്യാഴവട്ടം മുമ്പേ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വ്യാഴവട്ടം മുമ്പേ ജനിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. പൊന്നാനിയിൽ ജനിച്ചതുകൊണ്ട് തന്നെ പൊന്നാനിയുടെ അന്നത്തെ പൊന്നാനി സാഹിത്യ കളരിയൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായി, കോഴിക്കോട് സർവകലാശാലയിൽ സോഷ്യൽ സ്റ്റഡീസ് മേധാവിയായിരുന്നു. പ്രാചീന കേരള ചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള അതുവരെ കണ്ടെത്താത്ത പല നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഘകാല കേരളത്തെക്കുറിച്ച്, പഴയ പ്രാചീന ലിപികളെക്കുറിച്ച്, പൊതുവിൽ ദക്ഷിണേന്ത്യയിലെ ചരിത്രത്തെക്കുറിച്ച് ഒക്കെ വലിയ കണ്ടെത്തലുകൾ നടത്തിയ ചരിത്രകാരനാണ് അദ്ദേഹത്തിൻ്റേത്. ഒരുപക്ഷെ കേരള ചരിത്രത്തെ സംബന്ധിച്ച് ആദ്യകാല ഇപ്പോൾ ചേര ചോള കാലഘട്ടത്തെക്കുറിച്ചൊക്കെ, പെരുമാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചൊക്കെ വലിയ കണ്ടെത്തലുകൾ നടത്തിയ ഒരു ചരിത്രകാരനാണ് അദ്ദേഹം. ഒരുപാട് അദ്ദേഹത്തിന് പലപ്പോഴും വലിയ ലിപികൾ വായിക്കുന്നതിലും പുരാവസ്തു ലിഖിതങ്ങൾ കണ്ടെത്തുന്നതിലും അത് വായിക്കുന്നതിലുമൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രാവീണ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു പ്രാചീന കേരള ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പുരോഗമന രീതിയില്ല മുന്നോട്ട് കൊണ്ടുപോയ ഒരു ചരിത്രകാരനാണ് അദ്ദേഹം. ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ അവസാന കാലത്തെ ചില രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ വലിയ വിവാദമായിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ കേരള ചരിത്രത്തിൽ എങ്ങനെ ചരിത്ര പഠനത്തിൽ MGS എങ്ങനെ അടയാളപ്പെടുത്തുന്നു ചോദിച്ചാൽ നമുക്കറിയാം, ഇളംകുളം കുഞ്ഞൻപിള്ളയുടെയൊക്കെ ശിഷ്യനായി വരികയും കേരള ചരിത്രം, നേരത്തെ മുത്തത്തി പറഞ്ഞ പോലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള ചരിത്ര പഠനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സംഭാവനകൾ MGS നാരായണൻ നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിവാദങ്ങൾ, ഒരുപാട് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചരിത്രകാരൻ്റെ വീക്ഷണം, നമ്മളെങ്ങനെയാണ് ഒരു ചരിത്രകാരനെ വിലയിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ ചരിത്രത്തിനെ സംബന്ധിച്ച് ഇതാ ഞങ്ങളുടെ ചില ചരിത്ര ഏടുകൾ ഇതാണെന്ന് ഉയർത്തിക്കാട്ടുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില നിലപാടുകൾ, നിരീക്ഷണങ്ങൾ, പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികയും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ അദ്ദേഹത്തിനെ വിലയിരുത്തുകയും വേണം. ഒരുപക്ഷെ ചരിത്രം എന്നുള്ളത് കേവലമായ ഒരു ചരിത്രം, ഭൂതകാല അയവിറക്കൽ മാത്രമല്ല, ഭൂതകാലത്തിലെ കണ്ടെത്തലുകൾ മാത്രമല്ല, മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് കൂടി സഹായകമാകേണ്ടുന്ന ഒരു ഇന്ധനമാകേണ്ടതാണ് എന്നൊരു ബോധം ഡോക്ടർ MGS നാരായണൻ ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അതൊരു ഭൂതകാല അയവിറക്കലല്ല, രാജാക്കന്മാരുടെ ചരിത്രമല്ല, മനുഷ്യരുടെ കൂടി ചരിത്രവും അധ്വാനിക്കുന്നവരുടെ കൂടി ചരിത്രവും ഒക്കെ ആണെന്ന തരത്തിലുള്ള പുരോഗമന വീക്ഷണത്തോടെ തന്നെ ചരിത്രത്തിലേക്ക് വന്ന, ചരിത്ര രചനയെ കണ്ട ഒരു ചരിത്രകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പഴയ ബ്രാഹ്മണിക്കൽ രീതിയിലുള്ള ചരിത്രം, ഇപ്പം പഴയ ചരിത്ര രീതികൾ, പ്രത്യേകിച്ച് മിത്തുകളിലും അതൊക്കെ അടിസ്ഥാനമാക്കിയുള്ള പഴയ കേരള ചരിത്രത്തെ ശാസ്ത്രീയമായി തന്നെ പൊളിച്ചെഴുതിയ, മാറ്റിമറിച്ചൊരു ചരിത്രകാരനാണ് അദ്ദേഹം. ആഴത്തിലേക്ക് ഇറങ്ങി ഇത് ചരിത്രശാസ്ത്ര ആയി തന്നെ വിലയിരുത്തിയ ഒരു ചരിത്രകാരനായിരുന്നു ഡോക്ടർ MGS നാരായണൻ. അദ്ദേഹത്തിൻ്റെ ചേര ചോള കാലത്തെക്കുറിച്ച്, പക്ഷേ കൊടുങ്ങല്ലൂരിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ, പഴയ മുസിരിസ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ, സംഘകാല തമിഴകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, സംഘകാലത്തിൻ്റെ അതിൻ്റെ ഒരു കേരളീയ വേരുകൾ അന്വേഷിച്ചു കൊണ്ടിട്ടുള്ള പഠനങ്ങളൊക്കെ വളരെ വലുതാണ്. പക്ഷേ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകളാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് EMSുമായൊക്കെ ഉണ്ടായ അവസാന കാലത്ത് വലിയ സംവാദങ്ങൾ, വിവാദങ്ങൾ അദ്ദേഹത്തെ ഒരു വിവാദ നായകനായി പ്രതിഷ്ഠിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് സംഘപരിവാർ ചേരിയാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ അദ്ദേഹം അത്തരത്തിൽ നിലപാടുകൾ മാറ്റുകയും അദ്ദേഹം തന്നെ പഠിപ്പിച്ച ചരിത്രത്തെ അദ്ദേഹം റദ്ദാക്കുന്ന പോലെ, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ചരിത്രത്തിന് എതിരായി പോലും സംശയിക്കുന്ന തരത്തിലുള്ള
ഇടപെടലുകൾ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വ്യക്തിപരമായ ആക്ഷേപങ്ങളെ, വ്യക്തിപരമായ ഇഷ്ടക്കേടുകളെ ഒക്കെ അദ്ദേഹം അത്തരം അദ്ദേഹത്തിൻ്റെ ചില പറച്ചിലുകൾ അദ്ദേഹത്തെ തന്നെ സംശയത്തിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു വിവാദകാലം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം, കേരള ചരിത്ര പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ചരിത്രശാസ്ത്രത്തെ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്രകാരന്മാരിൽ ഒരാൾ തന്നെയാണ് ഡോക്ടർ NGS നാരായണൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അദ്ദേഹത്തിന് ഇന്ത്യൻ ചരിത്ര പരിചയം,